ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ദശരഥ മഹാരാജാവിന് ഒരു അന്ധക മുനിയുടെ ശാപം ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ ശാപം ദശരഥന് ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത് എന്നും നമ്മൾ പറഞ്ഞു. അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ യജ്ഞത്തെ പറ്റിയിട്ടാണ്. ഈ ശാപമൊക്കെ ലഭിച്ചതിന് ശേഷം പിന്നീട് ധാരാളം കാലം ദശരഥ മഹാരാജാവ് അയോധ്യ എന്ന രാജ്യം അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്രയും കാലം കഴിഞ്ഞിട്ടും വീണ്ടും രാജാവിന് കുട്ടികൾ ഉണ്ടാകുന്നേയില്ല. അങ്ങനെ ഒരു ദിവസം ഈ ദശരഥ മഹാരാജാവ് തൻ്റെ മന്ത്രിമാരെയും അതുപോലെ പുരോഹിതന്മാരെയും അതുപോലെ കുലഗുരുവായ വസിഷ്ഠനെയുമൊക്കെ വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് എല്ലാവരോടുമായി ദശരഥ മഹാരാജാവ് തൻ്റെ സങ്കടം പറയുകയാണ്. അതായത്, ഞാൻ വളരെ കാലമായി രാജ്യം ഭരിക്കുന്നു, ധാരാളം ധർമ്മപ്രവർത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പുത്രനില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മോക്ഷം ലഭിക്കുകയുമില്ല, രാജ്യത്തിന് ഗതിയില്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരണം എന്ന് മഹാരാജാവ് എല്ലാവരോടുമായി പറയുന്നു. പഴയ കാലത്ത് രാജ്യം രാജാവാണ് ഭരിക്കുന്നതെങ്കിലും എല്ലാ രാജ്യത്തിനും ഒരു ഗുരു ഉണ്ടായിരിക്കും. അതായത് രാജ്യത്തിൻ്റെ ഗുരു. രാജ്യത്തിൽ രാജാവ് ഭരിക്കുമ്പോൾ ആ രാജ്യത്തിന് ക്ഷേമകരമായ എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ രാജാവ് ഏർപ്പെടണം, എന്തൊക്കെ നയങ്ങളാണ് രൂപീകരിക്കേണ്ടത്, അതിന് ഒരു കുലഗുരു ഉണ്ടായിരിക്കും. അങ്ങനെ ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരമാണ് രാജാവ് രാജ്യം ഭരിക്കുന്നത്. അങ്ങനെ അയോധ്യ എന്ന രാജ്യത്തിലെ കുലഗുരുവാണ് ആര്? വസിഷ്ഠൻ. അങ്ങനെ വസിഷ്ഠൻ രാജാവിൻ്റെ ഈ സങ്കടം കേട്ടപ്പോൾ ഋഷ്യശൃംഗന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഋഷ്യശൃംഗൻ ആരാണ്? വിഭാണ്ഡകൻ എന്ന മഹർഷിയുടെ പുത്രനാണ് ആര്? ഋഷ്യശൃംഗൻ. ഋഷ്യശൃംഗൻ ഇപ്പോൾ ലോമപാദന്റെ കൊട്ടാരത്തിലുണ്ട്. ലോമപാദന്റെ ദത്തുപുത്രിയായ ശാന്ത, അതായത് ദശരഥ മഹാരാജാവിൻ്റെ പുത്രി, ആ പുത്രിയെ ലോമപാദന് ദത്തു നൽകിയതാണ് ദശരഥൻ. ആ ശാന്തയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഋഷ്യശൃംഗനാണ്. ഈ വിഭാണ്ഡകൻ എന്ന മുനിക്ക് ഉർവശിയിൽ ജനിച്ച പുത്രനാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉർവശി പ്രസവിച്ചതല്ല. ഉർവശിയെ കണ്ടപ്പോൾ, ഉർവശി ആകാശത്തുകൂടി പോകുന്നത് കണ്ടപ്പോൾ ആ ഉർവശിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ച് മഹർഷിക്ക് രേതസ് ഉണ്ടായി എന്നും ആ രേതസ് ജലത്തിലേക്ക് വീണു എന്നും പിന്നീട് ആ രേതസ് ഒരു മാൻപേട കുടിച്ചു എന്നും പിന്നീട് ആ മാൻ പ്രസവിച്ച കുട്ടിയാണ് ആര്? ഋഷ്യശൃംഗൻ എന്നുമാണ് പറയുന്നത്. ആ ഋഷ്യശൃംഗന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ചെവിയൊക്കെ ഇങ്ങനെ മാനിനെ പോലെയായിരുന്നു, മാനിൻ്റെ മുഖമായിരുന്നു. പക്ഷേ ശരീരമൊക്കെ മനുഷ്യന്റെ രൂപമാണ്. കൊമ്പൊക്കെ, ചെറിയ കൊമ്പൊക്കെ ഉണ്ടായിരുന്നു ഈ ഋഷ്യശൃംഗന്. വലിയ കേമനായിരുന്നു. ബ്രഹ്മാവിനെ പോലെ ശുദ്ധമായി വേദം ഉച്ചരിക്കുന്ന ആളായിരുന്നു ഋഷ്യശൃംഗൻ. അദ്ദേഹം ആരെയെങ്കിലും അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം ഒരിക്കലും വെറുതെ ആകില്ല. അത്രത്തോളം ശ്രേഷ്ഠനായിരുന്നു ഈ ഋഷ്യശൃംഗൻ. വിഭാണ്ഡകൻ എന്ന മുനി ഋഷ്യശൃംഗനെ വളർത്തിയത് സ്ത്രീകളെ കാണിക്കാതെയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യം ഈ ഋഷ്യശൃംഗന് അറിയില്ല. ആ കാര്യം മനസ്സിലാക്കിയിട്ടാണ് ലോമപാദൻ തൻ്റെ രാജ്യത്തിലെ നർത്തകിമാരെ, അവരെ ഋഷ്യശൃംഗനെ വശീകരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് അയച്ചത്. അങ്ങനെ അവര് ഋഷ്യശൃംഗനെ വശീകരിക്കുകയും അവരെ ലോമപാദന്റെ രാജ്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു.
ഋഷ്യശൃംഗൻ ലോമപാദന്റെ രാജ്യത്ത് എത്തിച്ചേർന്ന ഉടൻ തന്നെ ആ രാജ്യത്തിൽ മഴ പെയ്തു എന്നാണ് വിശ്വാസം. അതിന്റെ നന്ദി സൂചകമായിട്ട് ലോമപാദൻ തൻ്റെ മകളായ ശാന്തയെ ഋഷ്യശൃംഗന് വിവാഹം ചെയ്തു കൊടുത്തു. ആ നിലയ്ക്ക് ദശരഥ മഹാരാജാവിന്റെ പുത്രിയെയാണ് ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ചത്. അങ്ങനെ വരുമ്പോൾ ദശരഥ മഹാരാജാവിന്റെ മകളുടെ ഭർത്താവാണ്, ബന്ധുവാണ് ആര്? ഋഷ്യശൃംഗൻ. അതുകൊണ്ട് ഋഷ്യശൃംഗനെ വരുത്തി യജ്ഞം ചെയ്യണം, അപ്പോൾ പുത്രൻ ഉണ്ടാകുമെന്ന് വസിഷ്ഠ മഹർഷി പറയുകയും അതിനെ എല്ലാവരും അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെ ദശരഥൻ സ്വയം ലോമപാദന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ഈ ആവശ്യം പറയുകയും ചെയ്തു. ലോമപാദൻ സന്തോഷത്തോടു കൂടി ഈ ആവശ്യം ഋഷ്യശൃംഗനെ അറിയിക്കുകയും അങ്ങനെ ഋഷ്യശൃംഗൻ അയോധ്യയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. പിന്നീട് യജ്ഞമാണ് നടക്കുന്നത്. ആ യജ്ഞത്തില് ധാരാളം മഹർഷിമാരുണ്ടായിരുന്നു. ദശരഥന്റെ ക്ഷണം സ്വീകരിച്ച് അഗസ്ത്യൻ, പുലസ്ത്യൻ, വൈശമ്പായൻ, ജൈമിനി, ഗൗതമൻ, പിബലായനൻ, പരാശരൻ, പുലഹൻ, കൗസിന്യൻ, നിശാകരൻ, മാർക്കണ്ഡേയൻ, മരീചി, ഭരതൻ, ഭരദ്വാജൻ, അഷ്ടാവക്രൻ, ഭൃഗു, ഗർഗൻ, ദദീചമി, ശരഭംഗൻ തുടങ്ങിയ മഹർഷിമാരൊക്കെ എത്തിച്ചേർന്നു. അവരെയൊക്കെ പൂജിച്ച് സ്വീകരിച്ചു. പാതാളത്തിൽ നിന്ന് സഗരപുത്രരെ ഭസ്മമാക്കിയ കപിലമുനി എത്തിച്ചേർന്നു. വേദവാൻ, ചക്രവാൻ, സാവർണി, മത്സ്യകർണി, സനാതനൻ, സനകൻ, സനത്കുമാരൻ, സൗഭരി എന്നിവരെല്ലാം എത്തിച്ചേർന്നു. യമുനാ നദിയുടെ തീരത്തുള്ള ആശ്രമത്തിൽ നിന്ന് വാൽമീകി എത്തിച്ചേർന്നു. അതുപോലെ ആ യജ്ഞത്തിൽ വിഭാണ്ഡകനും ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയെത്ര മഹർഷിമാർ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായി 3 കോടി മഹർഷിമാർ ആ യജ്ഞത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ 3 കോടി മഹർഷിമാരും എന്തു ചെയ്യുകയാണ്? വേദമുച്ചരിക്കുകയാണ്. അത്ര ശ്രേഷ്ഠമായ യജ്ഞമായിരുന്നു അവിടെ നടന്നത്. ഒറ്റക്കാലൂന്നി നിൽക്കുന്ന മഹർഷിമാരുണ്ട്. ആയിരക്കണക്കിന് വർഷം ഉപവാസം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ജടാധാരികളുണ്ട്. നാരായണ നാമം അല്ലാതെ മറ്റൊന്നും ഉച്ചരിക്കാത്ത മഹർഷിമാരുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള മഹർഷിമാര്, 3 കോടി മഹർഷിമാരുണ്ടായിരുന്നു. അവര് മാത്രമല്ല, അവരുടെയൊക്കെ ശിഷ്യന്മാരും. എത്രത്തോളം മഹർഷിമാരുണ്ട്! ഈ മഹർഷിമാരും അവരുടെ ശിഷ്യരും എല്ലാവരും വേദം ജപിക്കുകയാണ്. അത് മാത്രമല്ല, ധാരാളം രാജാക്കന്മാരും വന്നിട്ടുണ്ടായിരുന്നു. മിഥിലയിലെ ജനകൻ, കാശിയിലെ മല്ലൻ, അംഗദേശത്തിലെ ലോമപാദൻ, വംഗദേശത്തിലെ ഘനശ്യാമൻ, മരീചിപുരത്തിലെ ഭോജപുരന്ദരൻ, ചമ്പാപുരിയിലെ ചമ്പേശ്വരൻ, അങ്ങനെ ധാരാളം രാജാക്കന്മാർ. ഉൽക്കലം, മഗധം, കർണാടകം തുടങ്ങിയ രാജ്യങ്ങളിലെ രാജാക്കന്മാർ അവരെല്ലാവരും ദശരഥന്റെ ക്ഷണം സ്വീകരിച്ച് ആ യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഹരേ കൃഷ്ണ, ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ? അതായത് പല തരത്തിലുള്ള പല രീതികളിലുള്ള മഹർഷിമാരെ, സന്യാസിമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും. എവിടെയാണ്? കുംഭമേളയിൽ.
കുംഭമേളയിൽ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ പ്രയാഗ്രാജ് കുംഭമേളയിലൊക്കെ പല തരത്തിലുള്ള സന്യാസിമാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒറ്റക്കാൽ ഊന്നി നിൽക്കുന്ന സന്യാസിയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ കുറെ ശിഷ്യന്മാര് ഇങ്ങനെ എടുത്തുകൊണ്ട്, ഒരു മരം പോലെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ഒരിടത്ത് കൊണ്ട് വെക്കും. ഇദ്ദേഹം ഇങ്ങനെ നിൽക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല, ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്ന്. ഒരു ഉണങ്ങിയ അസ്ഥികൂടം, ഒറ്റ കാലൂന്നി നിൽക്കുകയാണ്, കൈയൊക്കെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ വൃക്ഷാസനം എന്ന് പറയുന്നത് പോലെ അങ്ങനെ നിൽക്കുകയാണ്. നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറയുന്നത്, ശിഷ്യന്മാര് ഒരു വലിയ ലോറിയിൽ ഒക്കെ കയറ്റിയിട്ട്, ഒരു വണ്ടിയിലൊക്കെ കയറ്റിയിട്ട് ഈ ആനയൊക്കെ എടുത്ത് വണ്ടിയുടെ പുറത്ത് വെക്കുന്നത് പോലെ ഇദ്ദേഹത്തിനെ ഇങ്ങനെ പൊക്കിയെടുത്ത് അവിടെ വെക്കും. ഇദ്ദേഹം അവിടെ അങ്ങനെ നിൽക്കും. എവിടെങ്കിലും പോകണമെങ്കിൽ അവരിങ്ങനെ ഇദ്ദേഹത്തെ പൊക്കിയെടുത്ത് കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയുള്ള സന്യാസിമാരെ നമുക്ക് കുംഭമേളയിൽ പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അങ്ങനെ പല തരത്തിലുള്ള സന്യാസിമാര് ഈ യജ്ഞഭൂമിയിൽ എത്തിച്ചേർന്നിരുന്നു. അവരെല്ലാം വേദം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും മഹർഷിമാരെയും കൊണ്ട് ആ യജ്ഞഭൂമി നിറഞ്ഞ് കവിഞ്ഞു. വന്നവരെല്ലാം ദശരഥന് കപ്പം കൊടുത്ത് ദശരഥനെ അംഗീകരിക്കുന്നു. അങ്ങനെ ഈ യജ്ഞം എവിടെയാണ് നടക്കുന്നത്? സരയൂ നദിയുടെ തീരത്താണ് ഈ യാഗം തുടങ്ങുന്നത്. അങ്ങനെ സരയൂ നദിയുടെ തീരത്ത് യാഗം തുടങ്ങി. മഹർഷിമാരെല്ലാവരും അവിടേക്ക് പോകുന്നു. 101 യോജന നീളമുള്ള അതിദീർഘമായ ഒരു യജ്ഞശാലയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ കാഴ്ചയൊക്കെ ഇങ്ങനെ കൊണ്ടുവരണം. 12 യോജന വീതി, 101 യോജന ഉയരം, അങ്ങനെയുള്ള ഒരു യജ്ഞശാല. മഹർഷിമാരെല്ലാവരും യജ്ഞശാലയിലേക്ക് കടന്നു വന്ന് സ്വസ്തിവാചകം പറയുന്നു. അജപുത്രനായ ദശരഥൻ സങ്കല്പം പറയുന്നു. ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് ചക്രവർത്തി മഹർഷിമാരോട് പറയുകയാണ്, എനിക്ക് ചെറിയവരും വലിയവരുമില്ല, എല്ലാവരും തുല്യരാണ്. ഞാൻ ആദ്യം ആരെയാണ് ആചാര്യനായി വരിക്കേണ്ടത് എന്ന് ചക്രവർത്തി ചോദിക്കുന്നു. അപ്പോൾ ഋഷ്യശൃംഗൻ ഉത്തരം പറയുന്നു. അദ്ദേഹം പറയുകയാണ്, ബ്രഹ്മപുത്രനും കുലഗുരുവുമായ വസിഷ്ഠനെ ആദ്യം സ്വീകരിക്കണം. അതാണ് ശാസ്ത്രം. ഇത് കേട്ടതും എല്ലാ മുനിമാരും അതിനെ അഭിനന്ദിച്ചു. ആരും ചെറുതും വലുതുമല്ല. ദശരഥൻ എല്ലാവർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി എല്ലാവരെയും സ്വീകരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു. അങ്ങനെ അഗ്നി ജ്വലിക്കുന്നു. അഗ്നിയെ പവിത്രമാക്കി ഹോമകുണ്ഡത്തിൽ സ്ഥാപിക്കുന്നു. ഉണക്കലരിയും എള്ളും 1000 കലശങ്ങളിൽ നെയ്യും ഒരുക്കി വെക്കുന്നു. 1 വർഷം ആ ഹോമം നടക്കുന്നു. കുലഗുരുവിന് ഇവിടെ കൊടുത്ത സ്ഥാനം, ആ സ്ഥാനം നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ യാഗം അങ്ങനെ വളരെ ശ്രേഷ്ഠമായ മംഗളകരമായ രീതിയിൽ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ യജ്ഞം നടക്കുന്ന വേളയില് ബ്രഹ്മദേവൻ വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നു. ആ സമയത്ത് ഗംഗാധരൻ ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്, ബ്രഹ്മദേവ, ഞാൻ ഏതു വംശത്തിലാണ് ജനിക്കേണ്ടത്? ആരുടെ ഉദരത്തിലാണ് ഞാൻ പുത്രനായി ജനിക്കേണ്ടത് എന്ന് മഹാവിഷ്ണു ബ്രഹ്മദേവനോട് ചോദിക്കുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ മറുപടി പറയുകയാണ്, സൂര്യവംശത്തിലെ ദശരഥന്റെ പുത്രനായി കൗസല്യാദേവിയുടെ ഉദരത്തിൽ അങ്ങ് ജനിക്കണം. ഇത് കേട്ടതും ചക്രപാണിക്ക് വലിയ സന്തോഷമായി. അവരെ രണ്ടുപേരെയും ഞാൻ അറിയും. അവര് എന്നെ ഉപാസിച്ചിട്ടുള്ളവരാണ്. അവരുടെ പുത്രനായി ഞാൻ പിറക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേവന്മാരോട് മഹാവിഷ്ണു പറയുകയാണ്, നിങ്ങൾ വാനരന്മാരുടെ ഗർഭത്തിൽ ജനിക്കുക.
രാവണ വധത്തിനു വേണ്ടി നമുക്ക് ഒന്നിക്കാം എന്ന് മഹാവിഷ്ണു ദേവന്മാരോട് പറയുന്നു. ഇത് കേട്ടതും മഹാലക്ഷ്മി കരയാൻ തുടങ്ങി. നമസ്കരിച്ചുകൊണ്ട് മഹാലക്ഷ്മി ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഭൂലോകത്തിൽ അവതരിക്കുവാൻ പോകുമ്പോൾ എന്നെ ഉപേക്ഷിക്കുമോ? ഇങ്ങനെ ചോദിച്ച് ദേവി കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ശ്രീഹരി പറയുകയാണ്, ദേവി വിഷമിക്കണ്ട, ദേവി കൂടെ എഴുന്നള്ളിയില്ല എങ്കിൽ രാവണനെ എങ്ങനെ വധിക്കുവാൻ സാധിക്കും? ഇങ്ങനെ മഹാവിഷ്ണു മഹാലക്ഷ്മിയോട് പറയുന്നു. അപ്പോൾ ബ്രഹ്മദേവൻ ലക്ഷ്മി ദേവിയോട് പറയുകയാണ്, ദേവി അവിടുന്ന് സമാധാനിക്കൂ, അവിടുന്ന് അയോനിജയായി ഭൂമിയിൽ പിറക്കണം. അതായത് നമ്മളെല്ലാവരും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് അമ്മയുടെ യോനിയിൽ കൂടി പുറത്തേക്ക് വരുന്നു. പക്ഷേ അങ്ങനെയല്ല ദേവി പിറക്കേണ്ടത്, അയോനിജനായി അങ്ങനെ പിറക്കണമെന്നാണ് പറയുന്നത്. ഭൂമിയിൽ പിറക്കണം. ജനകന്റെ ഭവനത്തിൽ മിഥിലാദേശത്തിൽ ദേവി ജനിക്കും എന്ന് ബ്രഹ്മദേവൻ ദേവിയോട് പറയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം ബ്രഹ്മദേവനും മറ്റുള്ള ദേവന്മാരുമൊക്കെ വൈകുണ്ഠത്തിൽ നിന്നും അപ്രത്യക്ഷരാവുകയും ചെയ്യുന്നു. അങ്ങനെ ദേവന്മാരെല്ലാവരും അവര് വാനരന്മാരുടെ ഗർഭത്തിൽ ജനിക്കാനായിട്ട് തീരുമാനിക്കുന്നു. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അവതാരമെടുക്കുന്നതിനായിട്ട് തയ്യാറാകുന്നു. ഹരേ കൃഷ്ണ. നാളെ ശ്രീരാമ അവതാരം, അതുപോലെ മഹാലക്ഷ്മിയുടെ അവതാരം, മറ്റു സഹോദരന്മാരുടെ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ജനനം. ഇതാണ് നാളത്തെ ദിവസം നമ്മൾ മാധവത്തിലൂടെ പറയുന്നത്. ആ പുണ്യമുഹൂർത്തത്തിനായിട്ട് ആ കഥ കേട്ട് നമ്മുടെ ജീവിതം ധന്യമാക്കുന്നതിനായിട്ട് എല്ലാവരും കാത്തിരിക്കുക. നാളെ അവതാരം, ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അവതാര കഥ. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. രാമനാമം നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ എഴുതുക. ഹരേ കൃഷ്ണ.